54 ഇതാണ്: சிறந்த நன்மையும் தீமையும் ஈசனார் செய்யும் செயலன்றோ, பிறந்த ஜீவர்கள் ஏன் செய்வார்கள், அவர் மேல் பிழை சொல்லும் வழியேதோ, துறந்த தேசிக முக்தையை என்றிடுது, சுருதி பொருள் மார்க்கம் മറந்த മൂഢർവക്കൾ വചനിക്കും ഭ്രാന്തി മൈന്ദന്. അതും കേളാം. അത് തീർത്ത് പറഞ്ഞു തന്നു. ഇത് ഈശ്വരന്റെ ഏവരും അനുഭവിക്കുന്ന മേന്മയുള്ള നൽവിനെയും തീവിനെയും ഈശ്വരനാൽ ചെയ്യിക്കും ചെയ്യലല്ലോ. സൂത്രധാരിയെ പോലെ സ്വതന്ത്രനായി ഈശ്വരൻ ചെയ്യിക്കുന്ന പ്രവൃത്തിയല്ലയോ. പിറന്ന ജീവനാർ സൂത്രപ്പാവ് പോലെയുള്ള സ്വാതന്ത്ര്യഹീനമായി ഉള്ള ഈശ്വരൻ ജയിപ്പിക്കുന്ന വിധത്തിൽ ജനിച്ച ജീവന്മാർ ഏൻ ചെയ്വാർ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് മേൽ പിഴച്ചുള്ളും വഴിയേതോ. കുറ്റം പറയുന്നതിന്റെ എന്ത് കാരണത്താലാണ്? ദുരന്തദേശികമൂർത്തി, അത്ഭുത മഹിമയുള്ള ഗുരുമുക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ശ്രുതിനൂർ പൊരുൺമാർക്കം വേദശാസ്ത്രത്തിന്റെ മറന്ന മൂഢർകൾ, അറിവില്ലാത്തവർ വചനിക്കും പിരാന്തി കാണും. ഭ്രാന്തി എന്നറിയുക, അത് കേൾവായി, അതിനെ നീ കേൾക്കുക. 55 തികഴ്ந்த വീശനാർ ചിരുട്ടിയും ജീവനാർ ചിരുട്ടിയും വെവ്വേറെ. ജഗന്തനിൽ പൊതു ഈശനാർ ചിരുട്ടികൾ ചരാചര പൊരുളെല്ലാം. അതെന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങൾ ഇവയെല്ലാം ഇകഴ്ந்த ജീവനാർ ചിരുട്ടികളാകും. കാൺ ഈശനാർ செயலன்று. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: തികഴ്ந்த ഈശനാർ ചിരുട്ടിയും ശുദ്ധബ്രഹ്മമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈശ്വരന്റെ സൃഷ്ടിയും ജീവനാർ സൃഷ്ടിയും ജീവന്റേതായ സൃഷ്ടിയും വേറെ വേറെയാകും. അവ എന്താണെന്ന് ആണെങ്കിൽ, ചകംതനിൽ പൊതു, ജഗത്തിൽ എല്ലാവർക്കും പൊതുവായ ഈശ്വരന്റെ സൃഷ്ടികൾ ചരാചര പൊരുളെല്ലാം, ചരാചര പ്രപഞ്ചമെല്ലാം ആകും. അഹന്തയാം അഭിമാനങ്ങൾ, ദേഹാദികളിൽ ഞാനെന്ന അഹന്തയും, ഇതിനാൽ പുത്രവിത്താദികളിൽ ഉണ്ടാകുന്ന മമത അഹങ്കാരങ്ങളും, കോപങ്ങളും ആശയങ്ങളും ഇവ എല്ലാം, അന്ധകരണ കൽപ്പനകളെല്ലാം ഇകഴ്ന്ന ജീവനാർ ചിരുട്ടികളാകും, ജീവസൃഷ്ടികളാകുന്നു. ഈശ്വരാർ ചെയ്യലഞ്ച്, ഈശ്വരന്റെ സൃഷ്ടിയല്ല. മായാമയமான ചരാചര പ്രപഞ്ചം ഈശ്വര സൃഷ്ടി, അന്ധകരണത്തിന്റെ പരിണാമമായ അഹന്ത മുതലായവ ജീവസൃഷ്ടി എന്നത് വേദാന്ത ശാസ്ത്ര നിർണയമെന്നറിയുക. ഇതിന്റെ വ്യംഗ്യാർത്ഥം അത് മനസ്സിലാക്കണം. കാരണം ഈ സൃഷ്ടി, ഈശ്വര സൃഷ്ടമായിരിക്കുന്ന പൊതുവായ ഈ സൃഷ്ടി എല്ലാവർക്കും ജ്ഞാനത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതിൽ ജീവൻ കയറി ഒരു സൃഷ്ടി ചെയ്തിട്ടുണ്ട്. ആ സൃഷ്ടിയാണ് ജീവസൃഷ്ടി. അതിനാണ് നമ്മൾ പറഞ്ഞു, ഇത് കുറെയൊക്കെ പറഞ്ഞു. അതായത് സ്ത്രീ എന്നുള്ളത് ഈശ്വര സൃഷ്ടിയാണെങ്കിൽ ആ സ്ത്രീയിൽ അമ്മയെന്നും മകളെന്നും ഭാര്യയെന്നും കുഞ്ഞമ്മയെന്നൊക്കെ വരുന്നില്ലേ, അതെല്ലാം ജീവസൃഷ്ടികളാണ്. ജീവസൃഷ്ടികൾ ഇതാണ് വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈശ്വര സൃഷ്ടി, പൊതുവായ ഈശ്വര സൃഷ്ടി ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. ഇതിന്റെ അർത്ഥം ഇനി ആരൊക്കെ എന്തൊക്കെ ഏതു രൂപത്തിലൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ആ ഈശ്വര സൃഷ്ടിയായിട്ട് കണ്ട് ദുർവ്യവഹാര രൂപമാക്കി മനസ്സിന് മാറ്റി നിൽക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ജഗന്തനിൽ പൊതു ഈശനാർ ചിരുട്ടികൾ ചരാചര പൊരുളെല്ലാം. ഈ ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ പൊരുളുകളെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ്. പക്ഷെ ഇവിടെ ജീവസൃഷ്ടി പറഞ്ഞിട്ട് വകതിരിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് ജീവസൃഷ്ടിയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഈ അഹന്തയാം അഭിമാനങ്ങൾ, ദേഹാദികളിൽ ഞാനെന്നുള്ള അഹന്തയും, അതിനാൽ പുത്രവിത്താദികളിൽ ഉണ്ടാകുന്ന മമതാഭിമാനങ്ങളും കോപങ്ങളും, അത് സംബന്ധിച്ച് ഉടലെടുക്കുന്ന കോപമോഹാദികളും ആശയങ്ങൾ, കോപമോഹാദികളും ഇവയെല്ലാമാണ്
അന്ധക്കരണ കൽപ്പനകളെല്ലാം ജീവസൃഷ്ടികളാണെന്ന് എടുത്തോളണം. വാസ്തവത്തിൽ ഇതെല്ലാം ജീവസൃഷ്ടികളാണ്. സ്വാമി കുറച്ചുകൂടെ എഴുതിയതാണ്, മായാമയமான ചരാചര പ്രപഞ്ചം ഈശ്വര സൃഷ്ടി, അന്ധകരണത്തിന്റെ പരിണാമമായ അഹന്ത മുതലായവ ജീവസൃഷ്ടി എന്നത് വേദശാസ്ത്രങ്ങളുടെ നിർണയം എന്നറിയും. അത്രയുള്ള അർത്ഥം പറഞ്ഞു. ഈ പൊതുവായ ഈശ്വര സൃഷ്ടി നിരുപദ്രവകാരിയാണ്. ഈശ്വരൻ അത്രയും ചെയ്തോളൂ. അതിൽ ജീവസൃഷ്ടി അതിൽ വന്നിട്ട് ഞാനൊന്നും എൻ്റെതെന്നുള്ള രൂപത്തിൽ മാറിയപ്പോൾ അവിടെ ആദ്യം ചെയ്തത് ഈശ്വരൻ്റെ എന്നുള്ള ആ ഒരു സത്യം മറന്നു എന്നുള്ളത്. ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. ഈശ്വരൻ്റെന്ന് വെച്ചാൽ പൊതുവായിട്ട് എല്ലാം ആ ഈശ്വരൻ, ആ വലിയ മുതലാളിയായിരിക്കുന്ന ഈശ്വരൻ്റെതാണ്. നമ്മളെ നല്ല എല്ലാം അദ്ദേഹത്തിന് എപ്പോഴും അവകാശപ്പെട്ടു. എപ്പോഴും അതിൻ്റെ ഉടമസ്ഥൻ്റെതല്ലേ ഇത്, അല്ലേ? നമ്മളതിന് വാടകയ്ക്ക് താമസിച്ചാലും നമ്മൾ എൻ്റെതെന്ന് പറഞ്ഞ് വ്യവഹരിക്കുമ്പോൾ സമയത്തും അത് ഈശ്വരൻ്റെതാണെന്നുള്ള അടിയുറച്ച ബോധത്തോടു കൂടി വേണം വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ ആണെങ്കിലും ഇത് പിടിച്ചു വാങ്ങിച്ച് വേറെ ആൾക്ക് കൊടുക്കാം. എപ്പോഴും എന്തും ചെയ്തോളെ കണ്ടിട്ടില്ലേ? ഇതൊക്കെയല്ലേ നമുക്ക് നടക്കും. പെട്ടെന്ന് അവര് പണമത്രേ ആരോ അടിച്ചുകൊണ്ട് പോയി. നമ്മൾ പറയും, അയ്യോ വലിയ വീടുകളിൽ താമസിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഒരു വീട് വാടക വീട് പോലും കിട്ടാതെ ഇങ്ങനെ അലിഞ്ഞുകൊണ്ട് നടക്കുന്നവരില്ലേ? ഭഗവാന്റെ പണിയാണ്. എല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ പിൻവലിച്ചിട്ട് അത് വേറെ രൂപത്തിലാക്കി. ഒരു പാട്ടുണ്ടല്ലേ, അത് മന്നന്റെ തോളിൽ മാറാപ്പു കെട്ടുന്നതും ഭവാൻ. ഭവാൻ കയറ്റേണ്ട കാര്യം എന്തൊരു, ഇത് ഭഗവാന്റെതാണെന്ന് ഇവൻ കൂടെ അവന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കൊള്ളാം, ഇന്നിപ്പോ കാണിച്ചു തരാമോ? തന്നെ ശരി തന്നെ, മാറാമ്പ് ശരി തന്നെ. ഇവിടെ സന്യാസി എന്നുള്ള പിച്ചക്കാരൻ്റെ ആ അർത്ഥം ധരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സംഭവം അത് തന്നെയാണ്. അപ്പം സന്യാസിക്ക് ആ സന്യാസത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞ് അങ്ങനെ വരുന്ന ഒരു രൂപത്തിൽ ആ സന്യാസം ശ്രേഷ്ഠം. അല്ലാത്തവന് അവ പിച്ചക്കാരനാണ്. പറഞ്ഞില്ലേ ശൈന്തവം കൊണ്ടുപോകാന്ന് പറഞ്ഞാലേ അർത്ഥം എന്തിനാണ്? ശൈന്തവം കൊണ്ടുപോകാന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട്. 30 അർത്ഥമുണ്ട്, കുതിര എന്നൊരർത്ഥമുണ്ട്. അപ്പോ രാജാവ് യാത്രയ്ക്ക് പോകുമ്പോഴാണ് ചോദിച്ചത്, ആ ശൈന്തവം കൊണ്ടുപോകാൻ ഉപ്പെടുത്തോണ്ട് കൊടുക്കും കുതിര. എന്നാ ആഹാരം കഴിക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ നേരത്താണ് ശൈന്തവം കൊണ്ടുവന്ന കുതിരയെ കൊണ്ടുപോകും. ഇതിനെല്ലാം ആ സന്ദർഭത്തിൽ അത് ഇപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ ആ ഉടമസ്ഥനായ ഈശ്വരൻ്റെതാണെന്നുള്ളത് എപ്പോഴും ജീവൻ വിസ്മരിക്കുന്നുവോ അപ്പോഴിത് ബോധ്യപ്പെടുത്തും, വീണ്ടും 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 ബോധ്യപ്പെടുത്തും. അതാണ് ഈ ലോകത്ത് ഈ വിഷമങ്ങളെല്ലാം നടക്കുന്നത്. നോക്കട്ടെ, ഇതെല്ലാം ഈശ്വരൻ്റെതാണെന്ന് ഭാവിച്ച് ഇതിൽ ഒന്നിനും ഒരു പറ്റില്ലാന്ന് നടന്നു നോക്കൂ. ഈശ്വരൻ എടുത്ത് തലയെ വെച്ചുകൊണ്ടിടും. അതാണ് ജ്ഞാനികൾ ഇത്ര ഇഷ്ടം. കാരണം ഭക്തന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കാണ്? ഭഗവാൻ. അതെ, ഭഗവാൻ ഭക്തന്റെ ദാസനായിട്ട് പോയി നിൽക്കും. അപ്പോൾ ആ രൂപത്തിൽ അത്രയും ഇഷ്ടമാണ്. ആ ഭക്തൻ ആരാണെന്ന്, ഇതെല്ലാം ഈശ്വരൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ ഇതെല്ലാം ഈശ്വരനെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പിന്നെ എനിക്കായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം ഭഗവാന്റെതാണെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ ധരിക്കും. അതാണ് സന്യാസം. സന്യാസം എല്ലാം തിരിച്ചെല്ലാം വിട്ടുകൊടുത്തു. എനിക്കൊന്നും വേണ്ട, ഈ വിഭൂതികളെല്ലാം അങ്ങ് എനിക്ക് എൻ്റെ പുണ്യത്തിന് അനുസരിച്ച് തന്നതാണെങ്കിലും ഞാനിതാ മടക്കിത്തരും, എനിക്കിനി ഒന്നും വേണ്ട. കാരണം എന്നറിയാമോ, ഭഗവാന്റെ വിഭൂതികൾ അല്ലെങ്കിൽ ഭഗവാൻ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ ഒക്കുള്ളൂ. ഐദർ വിഭൂതി ഓർ ഭഗവാൻ, ഏത് വേണം? പക്ഷെ അജ്ഞാനികളെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിഭൂതികൾ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരെയാണ്. ഭഗവാന് വേണമെന്ന് നടക്കുന്നവരില്ല. അല്ലെങ്കിൽ അർജുനനും ദുര്യോധനനും വന്ന് പിന്നെ ഭഗവാന്റെ അടുത്ത് പിന്നെ എന്തോ സഹായം അഭ്യർത്ഥിച്ചു എന്ന് ഒരാൾ ആദ്യമേ വന്നു, ദുര്യോധനൻ നേരെ തലയ്ക്കുമാട്ട് വന്ന ഇരിപ്പായി. ദുര്യോധനൻ എന്താ വന്ന് ജ്യേഷ്ഠൻ എന്നൊക്കെയാണെന്ന് വിളിക്കുന്നത്, ഭഗവാൻ പോലും പുള്ളി പാദത്തിൽ ഇരു. ഇപ്പൊ രണ്ടുപേരും ചോദിച്ചോളൂ, എന്താ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം പറയൂ, എന്താണ് വേണ്ടത്, എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ കൈവശ 2 കാര്യങ്ങളാണ്.
ഒന്ന് എൻ്റെ അക്ഷൗണിപ്പട, 21 എത്രയോ അക്ഷൗണിപ്പട. രണ്ടാമതുള്ളത് ഈ ഞാനാണ്. ഇതിൽ ഏത് വേണം? പിന്നെ ഞാനെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല. പിന്നെ ദുര്യോധനൻ സമ്മതിച്ചുള്ളൂ. ദുര്യോധനൻ ആലോചിച്ചു അക്ഷോണിപ്പട, എനിക്ക് അക്ഷോണിപ്പട മതിയുള്ളൂ. അർജുനനോട് ചോദിച്ചത്, പക്ഷെ അർജുനൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയായാലും എനിക്ക് ഭഗവാൻ മതി, ഭഗവാനെ മതി. അതാണ് രണ്ട് വ്യത്യസ്ത ആൾക്കാർ. ഇതാണ് ഒന്ന് ലൗകികൻ, ഒന്ന് അധ്യാത്മത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആൾ. രണ്ടുപേരാണ് ഇവിടെ. നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ്, ഈ പൊതുവായിട്ടുള്ളത് ഇതെല്ലാം ഈശ്വരൻ്റെതാണെന്ന് തിരിച്ചറിയുക. അവർ പലതും പറയുന്നു, ഇത് ഈശ്വര സമർപ്പണം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ചിന്മൻ സ്വാമി പറയുന്ന വാടക വീട്ടിൽ നിന്നോളം താമസിച്ചോളാൻ നമ്മുടെതാണെന്ന് ഒരിക്കലും വിചാരിക്കുകയും ചെയ്തു. എപ്പോഴല്ലേ ഇറക്കി വിടും, ഒന്നും നമ്മുടേതല്ല എന്നുള്ള ആ ഒരു ഭാവത്തിൽ മനോവൃത്തികളെ ഞാനെന്നും എൻ്റെതെന്നും വിട്ടു നിൽക്കുന്ന ഒരു നിലയിൽ ഇതിൽ ജ്ഞാനത്തിലേക്ക് വരാനുള്ള ഒരു വഴിയാണ് ഈ പറഞ്ഞു തോന്നുന്നത്. അടുത്ത പദ്യത്തിലേക്ക് പോകും. മൂവരാം പരൻ ചിരട്ടികൾ ഉയർക്കെല്ലാം മുക്തിസാധനമാകും. ജീവർ ചെയ്യും ചിരട്ടികൾ തങ്ങളെ ചലിപ്പിക്കും പിണിയാകും. ധാവരാദികൾ നശിത്തിടിൽ ഒരുവർക്കും ചലനങ്ങൾ നശിയാവ. കോപമാദികൾ നശിത്തിടിൽ പന്തമം കൊടും പിറവികൾ പോവും. മൂവരാം പരൻ ചിരട്ടികൾ ത്രിമൂർത്തിപരമായ ഈശ്വര സൃഷ്ടികൾ ഉയർക്കെല്ലാം ജീവന്മാർക്കെല്ലാം മുക്തി സാധനമാകും, മോക്ഷമടയുന്നതിനുള്ള ഉപകരിക്കുന്ന സാധനങ്ങളാകും. എന്നാൽ ജീവനാൽ ചെയ്യും ചിരട്ടികൾ, ഈ ജീവകൽപിതമായ സൃഷ്ടികൾ തങ്ങളെ ജനിപ്പിക്കും പിണിയാകും. ദേവം അനുജാതി തിരിയക്കാതി യോനികളിൽ തങ്ങളെ വീണ്ടും പിറപ്പിക്കുന്നതിനുള്ള ബന്ധങ്ങളാകുന്നു. ഈശ്വര സൃഷ്ടി മോക്ഷസാധനം, ജീവസൃഷ്ടി ബന്ധകാരം എന്നതിന് യുക്തിയും പറയുന്നു. സ്ഥാവരാദികൾ നശിത്തിടുകയും ഈശ്വരസൃഷ്ടമായ സ്ഥാവര വസ്തുക്കൾ നാശമായാൽ ഒരുവർക്കും ജനനങ്ങൾ നശിയാവാം. ആർക്കും ഈ ജനനങ്ങൾ നാശമാവുകയില്ല. എന്നാൽ കോപമാദികൾ നശിത്തിടിൽ, ഈ ജീവസൃഷ്ടികളായിരിക്കുന്ന ക്രോധം മുതലായ നാശമായാൽ ബന്ധമാം കൊടും പിറവികൾ പോവും. ഇനിയും ബന്ധത്തിന് കാരണമായിരിക്കുന്ന, ബന്ധം എന്ന് വെച്ചാൽ മോക്ഷത്തിന്റെ വിപരീതം, ആ മുക്തിക്ക് വിരോധമായിരിക്കുന്ന ബന്ധമായിരിക്കുന്ന കൊടും ജനനങ്ങൾ പോവും. അത്രയ്ക്കും ദുർഘടമായ ജന്മങ്ങൾ ഇതിൽ വരും. ഈ പുണ്യവശാലാണ് നമ്മൾക്കൊക്കെ ഈ കൈകാലികളൊക്കെ കൊണ്ട് പ്രജ്ഞയ്ക്ക് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല. ഒരുവിധം സാമ്പത്തികമായിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്, നല്ല ബന്ധുക്കളും കുറച്ചൊക്കെ ഉണ്ട് അല്ലേ, അച്ഛനുണ്ട്, അമ്മയുണ്ട് അല്ലേ, എല്ലാം ഇങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പുണ്യത്തിൻ്റെ ഒരു ഫലമാണ്. ഇതെല്ലാം അനുകൂലമായി വരികയെന്ന് വെച്ചാൽ പുണ്യം തന്നെ. പക്ഷെ ഇതെല്ലാം വച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാനുള്ളത് എന്താണ്? മനസ്സിനെ ശാന്തമാക്കി എപ്പോഴും സന്തുഷ്ടിയോടുകൂടി ഇതിൽ പ്രവർത്തിക്കുക, കർമ്മങ്ങളിലും നിഷ്കാമ്യമായിട്ട് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രവണ മനന നിധ്യാസനങ്ങളിലും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഇങ്ങനെ പ്രവർത്തിച്ച് പോകണം. വാസ്തവത്തിൽ ഇതിൻ്റെ രഹസ്യം അറിയുന്നവർ ജ്ഞാനികളാണ്. അവർക്ക് ഈ അഹന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങളൊന്നുമില്ല. ഇതെല്ലാം ജീവന്റെ സൃഷ്ടി. ജീവന്റെ സൃഷ്ടിയെ ജീവന് മാറ്റിവെക്കാം, വേണമെങ്കിൽ ഉപേക്ഷിക്കാം. അതാണല്ലോ സന്യാസികൾ എന്ന് പറയുന്നത്. ജീവന്റെ സൃഷ്ടിയിലാണ് ആ വീട് അയാൾക്കിരുന്നത്. ഇപ്പൊ കൃഷ്ണപ്രസാദിനെ പറ്റി പറയണമെങ്കിൽ അവർക്കൊരാ കൊച്ചൊരു വീട് അവിടെ ഉണ്ടായിരുന്നു, അത് ജീവസൃഷ്ടിയായിട്ടുള്ള വീട്. കൃഷ്ണപ്രസാദ് ആ വീടിനെ വിട്ടുകളഞ്ഞപ്പോൾ ഈ ലോകം മുഴുവൻ കൃഷ്ണപ്രസാദിന്റെ വീടായി മാറി. നമ്മൾ ഒരു ചെറിയ പോർഷൻ അങ്ങ് വിട്ടപ്പോൾ സർവത്ര ഈശ്വരന്റെ എല്ലാം കൂടെ വന്നു ചേർന്ന് വിഭൂതികളായി. പക്ഷെ ആ വിഭൂതിയിൽ ഞാനെന്ന് അവർ കിഞ്ചിച്ച അറിവും ബോധമൊന്നുമില്ല. അവിടെ ആ വിശാലമായ ആകാശത്തിൻ്റെ താഴെ ഇതാണ് എൻ്റെ വീടെന്ന് പറയും. ഒരു പറ്റുമില്ല. അത് ഇനി ആരെങ്കിലും അത് കയറി അതിലേക്കൂടെ നടന്നാലും എനിക്ക് പ്രശ്നമില്ല.
ആരെങ്കിലും ഒരു വീട് അവൻ്റെ ഇടയ്ക്ക് ഒരു വീട് വെച്ച് താമസിക്കുന്നത് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല ഉണ്ടോ. കാരണം എല്ലാം കൂടെ അവരുടെ ഇതായിരിക്കും. ഇങ്ങനെയാണ് ആ സന്യാസത്തിൻ്റെ വിധി തന്നെ ഇതാണ്. ഇത് ഈശ്വരൻ്റെതായിട്ട് വിട്ടുകൊടുത്തു. ഇത് വാസ്തവത്തിൽ എൻ്റെതാണെന്ന് ഇരുന്നതെല്ലാം ആ ഈശ്വരൻ്റെ വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക, വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരുന്നത് അതിൽ നിന്നങ്ങ് മാറി. സത്യത്തിൽ ആ പിടിച്ചോണ്ടിരുന്നതിനെ വിടുന്നതിനാണ് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞത്. അത്രയുള്ളൂ. അത് അന്നും ഈശ്വരൻ്റെത്, ഇപ്പോഴും ഈശ്വരൻ്റെത്, ഇനിയിപ്പോൾ മരിച്ചു പോയാലും ഈശ്വരൻ്റെത്, ആരായാലും. അപ്പൊ ഇതിനൊരു ബോധം ഉണ്ടായി വന്നാൽ പോലും മനസ്സ് വ്യവഹരിക്കില്ല. മനസ്സിന്റെ ഈ ചിത്തവൃത്തികൾ പെരുകാതെ മനസ്സിനെ ശാന്തമാക്കി നിർത്തി ആ ഏകാഗ്രത കൂടെ ഉണ്ടായാൽ ജ്ഞാനത്തിലേക്കുള്ള വഴി തുറന്നു. ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ശാന്തിയിൽ നിന്നാണ് എൻ്റെ ആരംഭം. അങ്ങനെ ശാന്തി അടഞ്ഞ മനസ്സ് ഓം ശാന്തി ശാന്തി ശാന്തി, അന്തരീക്ഷം ശാന്തി, പിന്നെ എത്രയോ സ്ഥലത്ത് ശാന്തി പറയും അല്ലേ സുരേഷ്. ഇതെല്ലാം ആ ഭഗവാന്റെതാണെന്നുള്ള ആ ഉറപ്പ് എനിക്ക് പൂർണ്ണമായി. ഒന്നിലും എനിക്കൊരു പറ്റില്ലാതായി. ഇതാരെങ്കിലും എടുത്താലും എനിക്കൊന്നുമില്ല, ആരെങ്കിലും കൊടുത്താലും എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ആ കണ്ടീഷൻ സമുദ്രം പോലെയാണ്. സമുദ്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോയാലും സമുദ്രത്തിന് ഒരു കുഴപ്പമില്ല. അതിന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചാലും സമുദ്രത്തിനൊന്നും ബാധിക്കുന്നില്ല. ഇതുപോലെയാണ് ഞാനിലിരിക്കുന്നത്. അതിന്റെ കാരണം വേറൊന്നുമില്ല, ഈശ്വരൻ്റെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഈ ജീവസൃഷ്ടിയായിട്ട് മുമ്പിരുന്നത് ആ പ്രകൃതിയിൽ മാറിക്കണം. മനഃപൂർവ്വമായിട്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ അറിഞ്ഞില്ല. അതെന്തോ പറഞ്ഞു സ്വാമി, കോപമാദികൾ നശിത്തലിൽ ബന്ധമാം കൊടും പിറവികൾ പോവും, ഘോരമായിരിക്കുന്ന ജന്മങ്ങൾ ഇല്ലാതായി പോകും. എന്ന് വെച്ചാൽ മുക്തി അടയുന്നത് അവർ മാത്രം മുക്തി അടയും. എങ്ങനെയാണ്? താവരാദികൾ ഒരു ഉദാഹരണമാണ്. താവരാദികൾ നശിത്തലിൽ ഒരുവർക്കും ജനനങ്ങൾ നശിയാവാം. ഈ താവരാദികൾ എന്ന് പറയുന്നത് ഈശ്വര സൃഷ്ടമായ സ്ഥാവര വസ്തുക്കൾ നാശമായാൽ ഒരുവർക്കും ജനനങ്ങൾ നശിയാവാം. ആർക്കും തന്നെ ഈ അവരുടെ ജനന മരണ സംസാര ദുഃഖം തീരുന്നില്ല. ഒരു ഉദാഹരണം പറയുന്നത്, ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഒരു കുന്നോ അവിടെ ഒരു കുന്നുണ്ടായിരുന്നു, അത് ഇടിഞ്ഞ് വീണുപോയി. നമുക്ക് അതിൽ നിന്ന് ആർക്കെങ്കിലും മുക്തി ഉണ്ടാവുന്നുണ്ട്? ഇതൊക്കെ നശിച്ചാലേ മുക്തി ഉണ്ടാവുമെങ്കിൽ അവർ പറയുന്നു, ഈശ്വര സിദ്ധമായ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക് മുക്തി അതിൽ നിന്ന് വരുന്നില്ല. പക്ഷെ ഈ ജീവസൃഷ്ടിയായ ഇത് നശിക്കുകയാണെങ്കിൽ ഈ ബന്ധമാം കൊടും പിറവികൾ പോകും. ബന്ധം എന്ന് വെച്ചാൽ ഇനിയും ജനനത്തിന് കാരണമായിരിക്കുന്ന, മുക്തിക്ക് തടസ്സമായിരിക്കുന്ന കൊടും പിറവികൾ ഇല്ലാതായി പോകും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ധരിക്കാനുണ്ട്. മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നിനെ കമ്പയർ ചെയ്താണ് അതിനെ ഇതാക്കുന്നത്. മനസ്സുകൊണ്ടല്ല ഇതിനെ ഗ്രഹിക്കുന്നത്, ബുദ്ധി. അതിനെ അവർ പറയും ബോധിച്ചു, അല്ലെങ്കിൽ അവര് അത് ധരിച്ചു. അത് ആ ധാരണ അവരുണ്ടായി. ശരിയാണ്, അതാണല്ലേ അതുള്ള ആ ധാരണ. അത് പതുക്കെ വരുള്ളൂ. ഇതൊക്കെ പതുക്കെ വരും. നമ്മളൊക്കെ 10-40 വർഷമൊക്കെ സ്വാമിയായിട്ട് ഇങ്ങനെ ഇണങ്ങി നിന്ന് ഒന്നും ചെയ്യാതെ അങ്ങനെ ഒരു നിഷ്ഠയോടുകൂടി കഴിയാൻ ഭാഗ്യം ആ ഭഗവാൻ തന്നതുകൊണ്ട്, അതുകൊണ്ട് ആണ് അതിൻ്റെ ഒരു ചെറിയ ഒരു സാധനം ഇതിനകത്തൂടെ അകത്തൂടെ പോകുന്നൊരർത്ഥം, ഒരു ഗ്രാഹ്യമുണ്ട്, ചെറിയൊരു ഗ്രാഹ്യം. അത് പറഞ്ഞു വരുമ്പോൾ അത് ഉടനെ തന്നെ ആ അർത്ഥത്തിലേക്ക് ഓടിക്കുന്നത്. അതാണ് നമുക്കും വരാനുള്ളത്. ഒരു വിവേകാർത്ഥം ഇതിനകത്ത് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെങ്കിലും അതിന് മേലൊരർത്ഥമില്ല. ആ അർത്ഥം ആർക്കെങ്കിലും കിട്ടും, എല്ലാവർക്കും കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് വരണം. അങ്ങനെ വരുന്നവർക്ക് ഈ ആത്മജ്ഞാന സാക്ഷാത്കാരം കരുതലാമലകം പോലെ ഉണ്ടാവും. ഇതാണ് അവർ പറയുന്നത്. ഈ ഭാഗം കൃഷ്ണനൊന്ന് വ്യാഖ്യാനിക്കണം. ഏത് ഈ പറഞ്ഞിരിക്കുന്നു, താവരാദികൾ നശിത്തിരിൽ ഒരുവർക്കും ജനനങ്ങൾ നശിയാവാം, കോപമാദികൾ നശിത്തിരിൽ പന്തമാം കൊടും പിറവികൾ പോകും. അർത്ഥം ഞാൻ പറഞ്ഞു. താവരാദികൾ എന്ന് വെച്ചാൽ
ഈശ്വര സിദ്ധമായിരിക്കുന്ന ഒരു കാര്യം നാശമടഞ്ഞാൽ ആരുടെയും ജന്മം പിന്നെ ജനനങ്ങൾ വെച്ചാൽ ഈ പറഞ്ഞ ജനന സംസാര ദുഃഖം തീരുന്നില്ല. എന്നാൽ കോപമാദികൾ നശിത്തതിൽ പന്തമം കൊടും പിറവികൾ പോവും. കോപമാദികൾ എന്ന് പറഞ്ഞാൽ വെറും കോപമാദികളല്ല, ജീവസൃഷ്ടിയാണ്. ജീവസൃഷ്ടിയുടെ വേറൊരു പേരാണ് കോപമാദികൾ. ഞാൻ സന്യാസി എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ സന്യാസിയിൽ അഹങ്കരിച്ചിരിക്കും. ഞാനൊരു വ്യത്യസ്തനായ ഒരാളാണ്, മനസ്സിലായില്ലേ? ഇതാണ് അഹങ്കാരം. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ഒന്നാണ്. ഈ അഹങ്കാരം ഇതിൽ വേർതിരിവുണ്ടാകും. അഹങ്കാരം എന്താണ്? എനിക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് ഞാൻ വേറിട്ട ആളാണെന്നൊരു ഭാവം ഇതിലുണ്ടാക്കി തരും. അതിനാണ് അഹങ്കാരം. ഞാൻ വലിയ ഭയൽമാനാണെങ്കിൽ, ഗുസ്തിക്കാരനാണെങ്കിൽ, ഇപ്പോൾ സീനിയെ കണ്ടിട്ട് എനിക്ക് അഹങ്കാരം എങ്ങനെ വരുമെന്നറിയാം. എനിക്കൊരു തീ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വേർതിരിവ് വന്നിട്ട് അതിലൊരു അഭിമാനം, ഒരു അഹങ്കാരം, ഇങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടാകും. പിന്നെ ഒന്നാമെന്ന് കാണും. ആ ഒന്നൊന്ന് കാണുമ്പോൾ ആ ഒന്നൊന്ന് കാണിക്കാനാണോ വേദവും നിൽക്കുന്നത്? എന്തിനാണ്? ഈ ത്വമ്പദത്തിന്റെ ലക്ഷ്യാർത്ഥമായിട്ടിരിക്കുന്ന അതിനെയാണ് പറയുന്നത് ഞാൻ. ത്വമ്പദത്തിന്റെ വാച്യം എന്ന് പറയുന്നത് ദേഹ, ഇന്ദ്രിയ, മനസ്സ്, ബുദ്ധി എല്ലാം കൂടി ചേർന്നിരിക്കുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഉപാധികളെല്ലാം മാറി കേവലം അതിൽ ആ ചൈതന്യം മാത്രമായിട്ടിരിക്കും. ആ ചൈതന്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഒന്നാണ്. എന്നാൽ ഉപാധി നോക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളാണ്. കാരണം ശ്രീനിക്ക് ഒരു പക്ഷേ 5 അടി 1 ഇഞ്ച് കാണും, അത്രേ ഉള്ളൂ. എനിക്ക് 5 അടി 5 ഇഞ്ചുണ്ട് പൊക്കോ. ഇല്ല, വ്യത്യാസമൊന്നുമില്ല. ഇത്ര എളുപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ഭേദങ്ങൾ വരെ. ഇതെല്ലാം എന്താണ്? വേർതിരിച്ച് കാണുന്ന ബുദ്ധി കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്. ഈ വേർതിരിച്ച് കാണുന്ന ഒരു പ്രകൃതത്തെയാണ് അഹങ്കാരം. കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്ത് തോന്നുന്ന മനസ്സിലാവും. ആ വേർതിരിവ് എങ്ങനെ ഉണ്ടായി? ഈ ശരീരത്തെ നോക്കുന്നതാണ്, ഉപാധികളെ നോക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്ന് എനിക്കൊരു ഭാവം വരികയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെയൊക്കെ എന്ത് വിചാരിക്കും? എനിക്ക് ബുദ്ധിയൊന്നുമില്ല. അത് ഒരു വേർതിരിവാണ്, അഹങ്കാരമാണ്. ഇങ്ങനെ ഏത് മേഖലയിലും നമ്മൾ അറിവില്ലാത്തത് കൊണ്ട്, കാരണം ആ ഈശ്വര സൃഷ്ടമാണ് ഇതെല്ലാം നമ്മുടേതായിട്ടൊന്നുമില്ല. മാത്രമല്ല ഈ ജീവസൃഷ്ടി ബന്ധഹേതുവായിട്ടിരിക്കുന്നു എന്നെല്ലാമുള്ള വിവേകമുള്ളവർക്ക് ഒരിക്കലും ഇത് വരാൻ പാടില്ല. ഇത് വരാൻ പാടില്ല. ഈ ഭേദചിന്ത ആ ഒതുക്കുന്നതിന് എന്ത് വേണം? ശ്രവണം, നിരന്തര ശ്രവണം കൊണ്ട് പതുക്കെ 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 ആ മനസ്സിന്റെ കൽമഷങ്ങൾ നീങ്ങി ബുദ്ധി അതിൽ ഊർജ്ജസ്വലമായി, ഇതാണ് പ്രജ്ഞ അതിൽ ഗംഭീരമായിട്ട് അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങും. പ്രജ്ഞ ഇപ്പോഴത്തെ പ്രജ്ഞയെ പറയുന്നത് മന്ദപ്രജ്ഞ എന്നാണ് പറയുന്നത്. മന്ദപ്രജ്ഞ, ബുദ്ധി മന്ദീഭവിച്ചു വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ മനസ്സ് അതിപ്രസരമായി. മനസ്സിന്റെ അതിപ്രസരമല്ല. മനസ്സ് അതിപ്രസരം ചെയ്യുന്നത് എന്തിനാണ്? ഞാനെന്നുള്ള ഭാവം അതിന് നിന്നുകൊണ്ട് വേറെ ഒന്നിനെ നമ്മൾ അന്യമായിട്ട് കാണുന്നതാണ്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പുരാതന കാലം മുതലേ ഉള്ളതാണ് ആ കുടുംബത്തിന്റെ പേരറിയാം. മനസ്സിലായി? ഇതിന്റെ അർത്ഥം എന്നത് നിങ്ങൾക്കൊക്കെ എന്തൊരു കുടുംബം ഇരിക്കണമെന്നാണ്. ഏത് തരത്തിലാണെങ്കിലും ഈ അഹങ്കാരം നിന്നിട്ട് ഇതിൽ ഈ പറഞ്ഞ ആ ജീവസൃഷ്ടി ഇതിലുണ്ടാക്കിക്കൊണ്ടിരിക്കും. ജീവസൃഷ്ടിയെ പരിപൂർണമായി എടുത്തു കളയുന്നതാണ് ജ്ഞാനത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള വഴി. അതിന് വേണ്ട എന്താണ്? ഈ ഈശ്വര സൃഷ്ടിയെ ഈശ്വര സൃഷ്ടമാണെന്ന് അംഗീകരിക്കുക. ഒന്നും എന്റേതല്ല, ഇതൊന്നും എന്റേതല്ല, ഈശ്വരൻ്റെതാണെന്നുള്ള. അതാണ് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗതാം ജഗത് തേന തെക്തേന ഭുഞ്ജീത. 2 പ്രാവശ്യം തേന തെക്തേന, തേന തെക്തേന. 2 തേന എന്തിനു പറഞ്ഞു? 2 ത്യാജ്യത്തെ എന്തിനു പറഞ്ഞു എന്നാണ് പറയുന്നത്. പറയേണ്ട ഇതാണ്. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ലോകവസ്തുക്കൾ, രണ്ടാമത് ഈ ത്യജിച്ച ആളില്ലേ അവരെ കൂടെ ത്യജിക്കും.
ഇതിന് കാരണഭൂതനായി നിന്നില്ലേ, കാരണഭൂതനായി നിന്ന്. അതാണ് ഇതിനകത്ത് അഹങ്കാരം. ഈ അഹങ്കാരത്തെ കൂടി തിരിക്കുക, രണ്ട് കാര്യവും ത്യജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനടുത്ത മഹാബലിക്ക് പറ്റിയാണ്. മഹാബലിക്ക് കണ്ടു കൊള്ളാം, നല്ല ഒരു അധികാരി, ഉത്തമ അധികാരി. അപ്പം വാമനന് തോന്നിയത് ഇതാണ്, ഇവൻ സ്വാഭാവികമായിട്ട് ഇതിനെ ഈശ്വരന് വിട്ടുകൊടുക്കൂല. ആരും വിട്ടുകൊടുക്കില്ല. എന്തൊക്കെയായാലും ഒരു 50 രൂപ കൊടുക്കുമെങ്കിൽ ഒരു 1,00,000 രൂപ അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് കൊടുക്കും. അല്ലേ അങ്ങനെ അല്ലേ? സ്വാഭാവികമാണിത്. ഇത് നീ എത്ര പറഞ്ഞാലും, നീ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും പലിശയാണ് കൊടുക്കണം, മുതലാണ് കൊടുക്കാനുള്ളത്. മുതലെന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിൽ ഞാൻ കൊടുത്തവനാണ്, ഞാൻ അങ്ങനെ കൊടുക്കുന്നവനാണ്. ശരി, അറിയാമോ? ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ഞാൻ. ഞാൻ ഈ പറയുന്നത് ഇത് നമ്മുടെ ഭാവങ്ങളാണ്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനെ ആയിപ്പോയില്ല. എന്നിട്ട് കിടന്ന് കഷ്ടപ്പെടുക. എല്ലാം വിട്ട് സ്വതന്ത്രമായി, വ്യത്യാസം പറഞ്ഞാൽ എല്ലാം വിട്ട് സ്വതന്ത്രമായി. ഈശ്വരനെന്ന് പറഞ്ഞാൽ ഈശ്വരന് വേണമെങ്കിൽ മൊത്തം കൊടുത്തു വരും, ഈ ശരീരം കൊടുത്തു വരും, ഈ പ്രാണനെ അവർ കൊടുത്തു. എല്ലാം ഭഗവാൻ ഇരിക്കട്ടെ, എനിക്ക് വേണ്ടെന്ന് എന്തോ മറ്റുള്ള. എപ്പോഴും ഭഗവാൻ പറയും വേണ്ട, നീ കുറച്ച് വെച്ചോ. പക്ഷെ നിനക്കത് മനസ്സിലായല്ലോ, അത് മതി. മഹാബലിയുടെ കഥ പറഞ്ഞ് തീർന്നില്ല. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് 3 അടി മണ്ണ് വേണമെന്ന്. അപ്പോൾ മഹാബലി പറഞ്ഞു 3 അടി മണ്ണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് വെച്ചിട്ട് മഹാബലി പറഞ്ഞു രാജ്യത്തിൻ്റെ പകുതി തരാം. പക്ഷെ രാജ്യത്തിന് മുഴുവൻ കൊടുക്കാൻ ആദ്യം പറഞ്ഞ് ഒന്നും ഒരു പ്രശ്നമില്ല, ഈ രാജ്യം തന്നെ നിങ്ങൾ സ്വാമിക്ക് തരാമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം പകുതി തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാമനൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് പകുതിയൊന്നും വേണ്ട, എനിക്ക് 3 അടി മതി. അങ്ങനെയാണ് അളന്നെടുത്ത്. 1 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്നില്ലേ. 2ാമത്തെ അടി എവിടെ, എന്തോ 3ാമത്തെ അടിക്ക് എവിടെ വെക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പുണ്യവാനായ മഹാബലി ശിരസ് നമിച്ചു കൊടുത്തു, തലയിൽ വെച്ചു. അതാണ് ശിരസ് കുനിച്ചില്ല, അഹങ്കാരത്തെ കൂടെ കൊടുത്തു. അതാണ് മുതൽ വെച്ചോണ്ട് പരസ്യപ്പെടുത്തില്ല. എന്തൊരു കാര്യം, മുതൽ പിന്നെയും വരൂല്ലേ? എവിടെ മുതലിനെ കൂടെ പിടിച്ച് വാങ്ങിക്കുന്ന ഒരു കാര്യം ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ സ്വയമേവ. മഹാബലി ഭയങ്കര പുണ്യശാലിയായ ഒരു അസുര ചക്രവർത്തിയാണ്, മഹാപുണ്യശാലിയാണ്. 99 യജ്ഞങ്ങൾ, ഏതോ ഒരു ആ യജ്ഞത്തിന്റെ പേര് എനിക്കറിഞ്ഞില്ല, മറന്നുപോയി. 100 തികഞ്ഞാൽ ദേവേന്ദ്ര പട്ടത്തിലേക്ക് ഇദ്ദേഹത്തിന് പദവി വരിക. ഈ 100ാമത്തെ ആകുന്ന 99 ആയപ്പോഴത്തേനും അവിടെ ദേവേന്ദ്രൻ ആകെ ഇളക്കം തുടങ്ങി. സ്ഥാനം ധരിച്ചു. അതിന് അദ്ദേഹം ഒരു നുണപ്രചരണവുമായി പതിവ് പരിപാടി പോലെ നേരെ അവിടെ ചെന്നു. എന്താ വന്നത് എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു ഇതുപോലെയാണ്, വലിയ ശല്യമായിരിക്കുന്നു ഒരു മഹാബലി എന്ന് പറഞ്ഞ. മഹാബലിയല്ല, അയാളുടെ പേര് മഹാബലിയല്ലേ? അത് അയാളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നില്ല. അപ്പം വിഷ്ണു ഒന്ന് ആ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയപ്പോ നല്ല പക്വം വന്നതാണ്. പോയാൽ ഇപ്പൊ തന്നെ ആ മുക്തി കൊടുത്ത് അനുഗ്രഹിക്കാൻ. പക്ഷെ ഇവരുടെ ഈ പരിപാടിയിൽ കൂടെ തന്നെയാണെങ്കിലും അദ്ദേഹം വന്നു. എന്നിട്ട് ഇവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് പ്രത്യേക രീതിയിലൊക്കെ അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുത്തു. ദേവേന്ദ്രന് ഇഷ്ടം വേണ്ടേ? അങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് 3 അടി മണ്ണ് വേണമെന്നും അത് അളന്നെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇതാ മറ്റേ വന്നത്, അവരുടെ ഗുരു, അസുര ഗുരു ശുക്രാചാര്യന് വന്നതിനെ പറഞ്ഞു കൊടുത്തു, നീ ചെയ്യുന്നത് മണ്ടത്തരമാണ്, തീരുമണ്ടത്തരം. നിന്റെ അച്ഛനെ അപ്പൂപ്പനെയൊക്കെ ഇയാളാണ് കൊന്നത്, ഈ വിഷ്ണു നിങ്ങളുടെ യാജന്മ ശത്രുവാണ് ഇയാൾ. അതുകൊണ്ട് ഒരു കാരണവശാലും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും വാക്ക് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞ് മഹാബലി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കഥ. നമുക്കതൊന്നും ഇവിടെ പരാമർശമല്ല. ആ മുതലും കൂടെ പിടിച്ചു വാങ്ങിച്ച ഭഗവാന്റെ ഒരു കാരുണ്യമാണ്. മുതൽ ആരും കൊടുക്കില്ല. നമ്മുടെ പട്ടണത്തിൽ പിള്ളേരുടെ കഥ പറയുമ്പോൾ പട്ടണത്തിൽ പിള്ളേരിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വന്നു. കാശി രാജാവ്, ഏതോ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി. അതിന് കാരണം എന്തോ ഒരു കഥയുണ്ട്. ആ കഥയൊക്കെ എനിക്കറിയുന്നു, പറയുന്നു. ശരി, അതല്ല, ആ കഥ അങ്ങനെ ഇരിക്കുക. ഒരു കാര്യം പറയാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത്
അങ്ങനെ ഇവര് പറഞ്ഞു, രാജാവിന്റെ പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ, ഞാൻ രാജ്യമെല്ലാം ഉപേക്ഷിച്ചു, എനിക്കിനി രാജ്യം വേണ്ട. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലായിടത്തും പറഞ്ഞു, ഇനി നിങ്ങൾ ആരും എന്നെ കാണാനും വരരുതല്ലോ, ഞാൻ കംപ്ലീറ്റ്, നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കാൻ വേണ്ട, നിങ്ങൾ രാജ്യം പിടിച്ചോളൂ ഏതെങ്കിലും തരത്തിൽ. അങ്ങനെ വന്ന് ഇദ്ദേഹത്തിന് ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യട്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യും, നീ ആ തെക്കേ നടയിൽ ഇരിക്കും, ക്ഷേത്രത്തിന്റെ 2 നട, ഞാൻ വടക്കേ നടയിൽ ഇരുന്നത്. അത് തിരിച്ചാണോ? അങ്ങനെ 2 പേരും, ഒരാൾ തെക്കേ നടയിൽ, ഒരാൾ വടക്കേ നടയിൽ. ഇതിനാണ് ആരെങ്കിലും വല്ല കുടുക്കിലേക്ക് വാങ്ങിക്കാനാണ് സംഭവം. മനസ്സിലായി? എന്തായാലും ഈ സാധനമില്ലേ, അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും കിട്ടണം, അത് വേണം. അങ്ങനെ രാജാവ് വിചാരിച്ചു, എല്ലാം ഉപേക്ഷിച്ചെങ്കിലും രാജാവ് വിചാരിച്ചു, ആരെങ്കിലും വല്ലതും തരുന്ന കയ്യിൽ വാങ്ങിക്കുന്നത് മോശം കാര്യം, പിന്നെ കൈ എപ്പോഴും ഇട്ട് കഴിവിപ്പിക്കുകയൊക്കെ വേണം. അങ്ങനെ അദ്ദേഹം ഒരു ചട്ടി എവിടുന്നോ സംഘടിപ്പിച്ച്, ആ ചട്ടി കിട്ടില്ല, ചട്ടി കൊണ്ടുവന്ന് അടുത്തോട് വെച്ചു. പിന്നെ ഉറങ്ങുമ്പോൾ പ്രശ്നം, വല്ല ജന്തുക്കളെ വന്ന് ഉപദ്രവിക്കോ എന്നോ അങ്ങനെ ഒരു പട്ടി കൂടെ സംഘടിപ്പിച്ചൊക്കെ വെച്ചോ. അങ്ങനെയാണ് മൂപ്പരെ ഉറക്കം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അപ്പം വടക്കൻ നടയിൽ ആരിയ്ക്കുന്നു? ഗുരു ഇരിക്കുകയാണ്. ഗുരു ഇതേ രൂപത്തിൽ തന്നെ ഇരിക്കുകയാണ്, പിച്ചാന്തേഹിയായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ 2 പേരും കൂടെ ഇവിടെ അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊരു കാര്യമെന്ന് ചോദിച്ചാൽ, അവിടെ ആ ശിവഭഗവാൻ ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി നേരെ വടക്കേ നടയിൽ പട്ടൺ പിള്ളേരെ എടുത്തിരുന്നു. അയ്യാ ഏതാവത് കൊടുക്കുക, അയ്യാ പശിക്കുതാന്ന് പറഞ്ഞു. വിശക്കണമെല്ലാം കൊടുക്കാറ്. പട്ടത്തെ പിള്ളേര് പറഞ്ഞു, സന്യാസിപ്പാ, ഞാൻ സന്യാസിപ്പാ, ഇവിടെ ഒന്നും കിടയാതെ. അത്രേ പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞോളൂ. തെക്കേ നടയിൽ ഒരു ഗേൾസ് അനുഭവിക്കാണ്. അവിടെ ഏതല്ലേ അവിടുത്തെ ചെറുതിട്ട് അയ്യ പശിക്ക് തയ്യ ഏതാന്ന് കൊടുക്കുക ഏതാന്ന്. അപ്പൊ പറഞ്ഞ് പുള്ളിയും പറഞ്ഞ്, ഞാൻ സന്യാസിയപ്പാ, ഏകിട്ട് ഒന്നും കിടയാറ്. അപ്പം പുള്ളി പറഞ്ഞ്, അത് അങ്ങ് വടക്കേ നടയിൽ ഇരിക്കുന്ന ആള് ചൊല്ലിയാച്ച് ഇങ്ങനെ ഒരു ഗേൾസർ ഇരിക്കുന്ന എന്താണ് ചൊല്ലിയാച്ചത്. അപ്പോൾ തന്നെ രാജാവ് ആലോചിച്ചു, ഞാൻ എൻ്റെ രാജ്യവും എൻ്റെ സ്വത്തുക്കളും എല്ലാം വിട്ടുപേക്ഷിച്ച് വന്നിട്ടും ഈ സ്വാമി ഞാൻ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞത് എന്ത് കാരണമെന്ന് ആലോചിച്ചു. ഗൃഹസ്ഥർക്ക് എന്തെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ഗൃഹസ്ഥന്മാരെന്ന് പറയുന്നത്. അത് നോക്കിയപ്പോൾ ആ ചട്ടി, കഥയിൽ ഇങ്ങനെയാണ്, ആ ചട്ടി എടുത്ത് പട്ടിയുടെ മണ്ടയിൽ അടിച്ച് ചട്ടിയും പട്ടിയും ചത്തു. ഇങ്ങനെ കഥ പറയണത് അത് നമ്മൾക്ക് അറിഞ്ഞുവിടുന്നതാണ്. ഉപാധി വിടുന്നത് പരിപൂർണമായി അപ്പോഴപ്പോഴും തന്നെ മുക്തിയാകുന്നുണ്ടായി, ആ രാജമുക്തനായി. അപ്പൊ ഈ വൃത്താന്തം ആരറിയുന്നു? പട്ടണത്തിൽ പിള്ളേരറിയുന്നു. പട്ടണത്തിൽ പിള്ളേർ വിചാരിച്ചു, ഞാൻ ഇത്ര കാലമായിട്ടിരിക്കുന്നു, ഇതിപ്പം ആ രാജാവിനെ ഞാൻ എൻ്റെ ശിഷ്യനായിട്ടല്ലേ കൊണ്ടുവന്നുള്ളൂ. ആ ശിഷ്യൻ അതിപ്പോൾ ഈ അടുത്തിടെയല്ലേ സംഭവിച്ചത്. എന്നിട്ട് എന്താണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഒരു ചിന്തയിൽ ആണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിനൊരു സന്ദർഭം ഉണ്ടായി. ചോദിച്ചു, അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ സന്യാസിപ്പാ. അവൻ ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് അവൻ ചട്ടി എടുത്ത് അടിച്ച് പൊട്ടിച്ചെല്ലാം കളഞ്ഞ് അവൻ സ്വതന്ത്രനാണ്. നീ ഇപ്പോഴും സന്യാസിയാണ് പറയുന്നത്. അവൻ ഉപാധിയാണ്, അതിനെ വിട്ടുകളഞ്ഞു, അതിനെ വിട്ടു. ഇങ്ങനെ ഒരു കഥ പറയുന്നത്. അപ്പൊ ഇതാണ് ഈശ്വരൻ്റെത് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും അഹങ്കാരികളാണ്. അങ്ങനെയുള്ള ഈ അഹങ്കാരം എന്താണ് ചെയ്യുന്നത്? ഈ ജനനമല്ല സംസാര ദുഃഖത്തിന് വളമായിട്ട് തന്നെ ഇരിക്കും. ഇതിനെ ഉപേക്ഷിച്ചാൽ ആ വളം ഇതിൽ നിന്ന് പിൻവലിച്ച് ആ വൃക്ഷം വളരും, സംസാര വൃക്ഷം അവിടെ. ഇതാണ് ഊർധ്വമൂലമതശാകം അശ്വത്ഥം പ്രാദുരവ്യം. ഇത് ഈ സംസാര വൃക്ഷമായിട്ട് കേട്ടിട്ടില്ല. എന്തെല്ലാം രൂപത്തിലാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നതെന്നറിയോ വേദം? പല തരത്തിലും ഈ ഒരേ കാര്യത്തെ പറഞ്ഞ് വേദം നിൽക്കുന്നു. നല്ല ബുദ്ധിയും പുണ്യവും ഉള്ളവൻ ഇതിനെ ഗ്രഹിച്ചൊരു ലോകം ഇങ്ങനെയാണല്ലേ എന്ന്
കണ്ട് അവനൊരു ഡിസിഷനിൽ അങ്ങനെ നിൽക്കുന്നതാണ് സന്യാസം. സന്യാസിയെ ഒരു ബാധ്യം ഇതിന് പാടില്ല. സന്യാസി നിന്ദിച്ചാൽ സന്യാസിക്ക് ദേഷ്യം വരാൻ പാടില്ല, വിഷമം വരാൻ പാടില്ല. കാരണം സന്യാസിയെ നിന്ദിച്ചാൽ സന്യാസിയുടേതായ ഒന്നും തന്നെ ഇല്ല. ഇനി നിന്ദിക്കുകയാണെങ്കിൽ അതെന്നെ ഈശ്വരന്റെ കാര്യങ്ങളാണ്, അത് ഈശ്വരൻ വേണ്ട ചെയ്തോളൂ. സന്യാസി എന്തിനു എല്ലാം ഉപേക്ഷിച്ചതാ പിന്നെ വല്ലതും ഉണ്ടോ? ഈ ശരീരം പോലും അവർ ഈശ്വര ദത്തം ചെയ്തു കഴിഞ്ഞു. വേറെ ഒത്തി പറഞ്ഞാൽ ഈശ്വര ഉപാധികളായിരിക്കുന്ന ഈ പഞ്ചഭൂത ആത്മകമായിരിക്കുന്ന സകലതിനെയും അവര് ഈശ്വരാർപ്പണം ചെയ്തു നിൽക്കുകയാണ്. എന്നിട്ട് അവർ ഇനി പൂജയും മന്ത്രജപവും ഒന്നും ചെയ്യേണ്ട കാര്യം വാസ്തവത്തിൽ ഇല്ല. ഒരു വക ചെയ്യണ്ട. സന്യാസിയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഒരു പടിയാണ്. പിന്നെ അതിലിരുന്നുകൊണ്ട് വേണമെങ്കിൽ ശാസ്ത്രവിചാരം ചെയ്യണം. പയ്യന്തന്നിൽ വേറാണൽ കാലകലും തികൾസാക്ഷി താനായ വീണ്ടും കാലകലും തൽപത ലക്ഷ്യമായും തൊമ്പത് ലക്ഷ്യമായും അസിഡത ലക്ഷ്യമായും വന്ന് ഉള്ളും തീരും. ഉഴുതും പോകും പേജോണാത് ആനന്ദമായിട്ട് അങ്ങനെ ഇരിക്കണം. കാരണം എന്തെങ്കിലും ഈ ശരീരത്തിനോ മനസ്സിനോ ഉപദ്രവമായി വരണമെങ്കിൽ അതിനെ കാണുന്ന ആളായിട്ട് നിന്നോളണം. കാണുന്ന ആളായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ ഈ പൊരുളുകളെ താനുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാലേ ബന്ധം വരുന്നുള്ളൂ. ആ മനസ്സിനെ തന്നെയാണ് ഇവർ ഇല്ലാതാക്കിയിട്ടുള്ളത്. മനസ്സിന്റെ സങ്കല്പകൽപ്പങ്ങളാണ് ഇതിനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ഫാക്ടർ. അതില്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ സുഷുപ്തി കൊതുകടിച്ചാൽ എന്തെങ്കിലും സുഷുപ്തിയിൽ ഒരാൾ വന്ന് ഉറങ്ങിക്കിടക്കണം. ഇപ്പോൾ വന്ന് ചീത്ത വിളിക്കും, ചീത്ത മറ്റോ അങ്ങനെയില്ല, എങ്ങനെയല്ല, അങ്ങനെയല്ല, നല്ല കുഴപ്പമുണ്ട്. അതിന് ബന്ധിപ്പിക്കുന്ന മനസ്സില്ല. ആ ബന്ധിപ്പിക്കുന്ന മനസ്സാണ് എടുത്ത് കളഞ്ഞിട്ട് സന്യാസം പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയത് അതാണ് ഇതിൻ്റെ ഇത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ മനസ്സിനെ എടുത്ത് കളയാൻ പറഞ്ഞത്. മനസ്സ് കംപ്ലീറ്റ് ഇതിനെയാണ് മനസ്സറ്റെന്നല്ല, മനസ്സറ്റ ഇടം. ഇതൊക്കെ ശാസ്ത്രങ്ങൾ ഇതിനെ വിവക്ഷിക്കുന്നു. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്യുകിലല്ല എങ്കിൽ മായ മനവുരു വിട്ടുമിരിക്കിൽ മായ മാറും. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ ആലോചിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം. അത് വേറെ, ഇത് വേറെ. അത് ഒരിടത്ത് പറയുന്നു, താൻ വേറൊരിടത്ത് പ്രവർത്തിക്കും. ഇതൊക്കെ ആയിപ്പോയി. സുഗമമായിട്ട് സന്യാസിമാർക്ക് ഈ പരമപദം, ഈ ബ്രഹ്മപദം ഉള്ളകൈ നെല്ലിക്ക പോലെ അറിയിക്കും. ഈ വേദം അറിയിച്ചിരിക്കുകയാണ്. അവർക്ക് ആരുമില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വിചാരിച്ചപ്പോൾ പ്രാരബ്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇതിന് നടന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ഈശ്വരന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഈശ്വരൻ നോക്കിക്കോളും. ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ ഒരു ചെവര് ഇടിഞ്ഞു പോയാൽ നമുക്ക് ഇത്രയും ചെയ്യാം. ആ വാടകയ്ക്ക് ആ തന്ന മുതലാളി നോക്കിക്കോളും. നമ്മളെന്തിനാ പോയി നോക്കണം? വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയി. ഇപ്പൊ നമ്മളെന്തിനാ ചെയ്യണം? അതും ആ വാടകയ്ക്ക് തന്ന ആ മുതലാളി നോക്കിക്കോളും. ഇതുപോലെയാണ് ഈശ്വരൻ നോക്കിക്കോളും. നമ്മളെല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് എത്രത്തോളം കറക്റ്റെന്ന് നോക്കുകയാണെങ്കിൽ പലയിടത്തും നമ്മൾ ചിലതൊന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി എന്നുള്ള മട്ടി നിൽക്കുക. അതിവിടെ വിട്ടുകൊടുക്കണം. അതിന് പിടിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞാൽ മഹാബലിനെ പിടിച്ചാണ് വാങ്ങിച്ചത്. പക്ഷെ അങ്ങനെ പിടിച്ചു വാങ്ങുന്ന രൂപത്തിലുള്ള ഒരു നില ഏർപ്പെട്ടാൽ മതി. ഭഗവാനെ പറ്റൂ, അല്ലെ ഗുരുവിനെ പറ്റൂ. ഇയാളെ പരിപൂർണ്ണ മുക്തനാക്കാൻ ഗുരുവിനെ പറ്റൂ. ഇയാൾ മുതൽ കൊടുക്കൂല, ഒരിക്കലും മുതൽ കൊടുക്കൂല. ആ മുതൽ വെച്ചുകൊണ്ടാണ് ഈ പലിശ കൊടുത്തിട്ട് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗമയിൽ നിൽക്കുന്നത്. രൂക്ഷമായി പോകണം തോന്നുന്നു. അങ്ങനെയല്ല, ഇത് മനസ്സിലാക്കണം. അത്യന്തം ഗൗരവമുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു, കുമരാൻ ചിരട്ടികൾ ഉയർക്കെല്ലാം ഒത്തി സാധനമാകും. ജീവനാഴ്ചയും ചിരട്ടികൾ തങ്ങളെ ജനിപ്പിക്കും പിണിയാകും. താവരാദികൾ നശിപ്പികൾ ഒരുവർക്കും ജനനങ്ങൾ നശിയാവാം. കോപമാദികൾ നശിപ്പികൾ പന്തമാം കൊടും പിറവികൾ പോകും. കോപമാദികൾ എന്ന് പറയുമ്പോൾ കോപമാദികളല്ല ഈ അഹങ്കാരം. ഈ അഹങ്കാരത്തിന് എന്തുകൊണ്ട് കോപം വന്നു?
ഇപ്പൊ വിഷുഗീത ആദ്യം ഈ ഇതില് ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വിഷുഗീത ഉപദേശിക്കുന്നു. അപ്പൊ അതില് അദ്ദേഹം എവിടെയെങ്കിലും ഇത്തിരി ആഹാരം കിട്ടിയാൽ അത് കൊണ്ടുവച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ കുട്ടികൾ വന്ന് മൂത്രം ഒഴിച്ചു. ഇങ്ങനെ പല വൈഷമ്യങ്ങൾ കണ്ട് ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ പ്രതികരിക്കാത്തത്? പ്രതികരിച്ചാൽ മതിയല്ലോ, അത് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ശ്രീനിക്കൊക്കെ അത് ഫുൾ അറിഞ്ഞൂടല്ലേ? അറിയില്ല. ഇതങ്ങനെ, അതായത് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു, ആറുപൈശിക ബ്രാഹ്മണൻ. അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇയാളാണെങ്കിൽ ഇയാൾ പ്രത്യേകം വെച്ചാൽ 5 പൈസ ആർക്കും കൊടുക്കില്ല, ഭയങ്കര ഫിസിക്കലാണ്. അങ്ങനെ ഇരിക്കെ ഇയാളുടെ ഭാര്യ ഉപേക്ഷിച്ച് പോകണം, മക്കളെല്ലാം ഉപേക്ഷിച്ച് പോയി. ഇയാൾ ഒറ്റയ്ക്കായി. കാരണം ആ ഭാര്യ മക്കളും പോയപ്പോൾ അയാൾ കരുതി അത്രയും ലാഭം, കാര്യം ആ പൈസ കയ്യിലിരിക്കില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില ആവശ്യം. അങ്ങനെയുള്ളത് എന്ത് പറ്റി, ഒരിക്കൽ ഇയാളുടെ പണം പെട്ടിയെല്ലാം കൂടെ ആരോ എടുത്തു മോഷ്ടിച്ചവൻ പോയ ഋഷികളിൽ ഒരു പൈസ ഇല്ലാതെ നിർദ്ധനായി. അപ്പോൾ ഇയാൾക്ക് ആഹാരത്തിന് പോലും നിവർത്തിയില്ല. അങ്ങനെ ഇയാൾ ഇറങ്ങി രണ്ടാം തുടങ്ങി. ഒറ്റ മനുഷ്യന് കൊടുക്കൂല. ഇനി ആരെങ്കിലും കൊടുക്കണേ പറയാം, അവന് കൊടുക്കരുത്, അവൻ മറ്റവന് വല്ല കുഴപ്പക്കാരനാണ്, അവൻ ഒരു നയാ പൈസ വാർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഇതൊക്കെ ആളുകൾ കൊടുക്കാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെയൊക്കെ പോയി ഇയാൾക്ക് വല്ലതും കിട്ടുന്നത് ഇയാൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഏതൊരു മരത്തിൻ്റെ കൂട്ടിയിരുന്ന് കഴിക്കാൻ പോകുമ്പോൾ ആ പിള്ളേർ വന്നൊരു മൂത്രം ഒഴിച്ചു കൊടുക്കും. ഇതെല്ലാം കണ്ടിട്ട് ഇയാൾ ഒരു പുളി പോലും പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇതൊക്കെ അത് ഒന്ന് വിരട്ടിക്കൂടെ പിള്ളേരെ? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഇതൊക്കെ എന്തോന്നിരിക്കുന്നു, ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ ആലോചിച്ചാൽ സത്യം ഇതൊന്നും ഒന്നുമല്ല, അത്രയ്ക്കും പിന്നെ കുഴപ്പം പിടിച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അയാൾ തിരിച്ചറിഞ്ഞു, മനസ്സിലായില്ലേ? താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് വരെയാണ്. പക്ഷെ അയാൾക്ക് ആ ജന്മത്തിൽ തന്നെ അത് അനുഭവിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അയാൾക്ക് പ്രതികരണ ശേഷി ഇല്ലാതെ പോയത്. അത് ചെയ്തതിന്റെ ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ച് ഈ പറഞ്ഞ കോപവാദികളൊന്നും ഇതിലും ഉണ്ടാവില്ല. ഈശ്വര സൃഷ്ടമായിരിക്കുന്ന പ്രപഞ്ചം ഈശ്വരന് തന്നെ വിട്ടുകൊടുക്കുന്നതിനെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത്. ഇത് എൻ്റെ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അജ്ഞാനം. അത് ഡിഫൈൻ ചെയ്യുമ്പോൾ കാരണം എന്താണ്, ഞാൻ അതിൽ ബദലായി, ദുഃഖമായി, സുഖമായി, ദുഃഖമായി, പലതായിട്ട് മനസ്സിൽ പിന്നെ അശാന്തിയിലേക്ക് പോയി. 57 ഈശ്വരക്കാര്യം പ്രളയത്തൊഴിയിലും എവർ ഭവദുഃഖം ഒഴിந்தார்கள். ദേശകാല ഏകാദികൾ ഇരിക്കും ജീവകാര്യമാ മോഹം നാശമാക്കിയ വിവേകത്തിന് ഉയിരോട് ജ്ഞാനമുക്തர்களാണ് പാശമോഹങ്ങൾ പശുക്കളിൽ ചേലന്റ് പശുപതി ചേലണ്ടോ. ഓ വയ്യതേരുതുളതിന്റെ അനന്ത ജന്മങ്ങളാണ്ട വയ്യനെ ഉപദേശിക്ക വെളിവന്ന ഗുരുവേ പോറ്റി ഉയവേ ഭക്തി നൽകുന്നവയ്ക്കോരുതവിനായേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി.